ലഹരിക്കേസിൽ അറസ്റ്റ് ചെയ്ത ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും തുടർ നടപടികളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതും. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും നോർത്ത് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ഷൈൻ ടോം ചാക്കോയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വൈദ്യപരിശോധന എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാണ്. അറസ്റ്റ് നടപടികളുടെ വൈദ്യപരിശോധനയ്ക്ക് അപ്പുറം ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. മുടിയും നഖങ്ങളും ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. എത്ര കാലം, അതായത് 6 മാസത്തോളം 12 മാസത്തോളം വരെ നീളുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. അലി അക്ബർ ഷായും സജോ ദേവസിയും തുടരുന്നുണ്ട്. സജോ, വൈദ്യപരിശോധന അലി എത്രത്തോളം സമയം വൈദ്യപരിശോധന നീണ്ടു നിൽക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്? ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിട്ടയക്കും നടനെന്നാണ്. ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും, അല്ലേ? വിനീത, അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ എന്തായാലും നിലവിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ സാധാരണഗതിയിലെ രക്തമോ നഖമോ മുടിയോ പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് ആന്റി ഡോപ്പിംഗ് പരിശോധന തന്നെ നടത്തുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പരിശോധന പൂർത്തിയാക്കി നടനെ പുറത്തേക്ക് ഇറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരിശോധനയുടെ ഫലം വരിക എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ്. കാരണം നടൻ പറഞ്ഞ രീതിയിൽ അന്നേ ദിവസം ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ട്. ഈ കാര്യത്തിലൊരു വ്യക്തത വരണമെങ്കിൽ ഈ പരിശോധനയുടെ ഫലം പുറത്തു വരേണ്ടതുണ്ട്. ഈ സമീപ ദിവസങ്ങൾ എന്നതിനപ്പുറത്തേക്ക് 6 മാസം മുതൽ 1 വർഷം വരെ ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഇതിന്റെ ശാസ്ത്രീയ വശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിശോധന അതിനിർണായകമാണ്. ഇവിടെ നിന്ന് പരിശോധന പൂർത്തിയാക്കി 2 കിലോമീറ്റർ അപ്പുറത്തുള്ള നേരത്തെ ഷൈൻ ടോം ചാക്കോയെ ഇറക്കി പുറത്തേക്ക് കൊണ്ടുവന്ന അതേ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോകും. ഇട്ടിരിക്കുന്ന 2 വകുപ്പുകളും ജാമ്യം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്യും. പക്ഷേ അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിശോധനയുടെ ഫലം എന്ത് എന്നത് വളരെ നിർണായകമാണ് ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ഏതെങ്കിലും നിലയിലുള്ള ലഹരി ഉപയോഗം ഈ സമീപകാലങ്ങളിൽ എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം, ഈ ലഹരി ഇടപാടുകാരനായിട്ടുള്ള സജീറിന് നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടാണ്. അത്തരത്തിലൊരു ലഹരി ഇടപാടോ അല്ലെങ്കിൽ ലഹരി ഉപയോഗമോ അന്നേ ദിവസം നടന്നിട്ടില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് ഈ മൊഴിയിൽ പൂർണ്ണമായും തന്നെ ഈ ഷൈൻ ടോം ചാക്കോ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു ഘട്ടത്തിൽ അത് പൊളിഞ്ഞു. കാരണം 20,000 രൂപ ഇയാൾക്ക് നൽകിയതിന്റെ തെളിവ് കൃത്യമായി പോലീസിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇനി ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലെ വ്യക്തതയാണ് ഇപ്പോൾ ഈ പരിശോധനാ ഫലവുമായി ബന്ധപ്പെട്ട് എന്തായാലും പുറത്തു വരേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടൽ അത് വളരെ ദ്രുതഗതിയിലുള്ളതായിരുന്നു, പഴുതടച്ച നിലയിലുള്ളതായിരുന്നു. കാരണം തുടക്കം മുതൽ തന്നെ ഇതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ടാവരുത്. നേരത്തെ കേട്ട പഴി, 2015 കൊക്കൈൻ കേസിൽ കേട്ട പഴി ഇനി കേൾക്കാൻ തയ്യാറല്ല പോലീസ് എന്ന നിലയിൽ തന്നെയുള്ള ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നത്. ACP-മാരുടെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ആ രീതിയിൽ തന്നെയായിരുന്നു. അതുപോലെ ഈ പരിശോധനയും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും ഇയാളുടെ വാട്സപ്പിലെ ചാറ്റ് കേന്ദ്രീകരിച്ചും ഗൂഗിൾ പേയിലെ ട്രാൻസാക്ഷൻ കേന്ദ്രീകരിച്ചും നടത്തിയ പരിശോധനയെല്ലാം ആ നിലയിലുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് എന്തായാലും പോലീസിന്റെ ഇടപെടൽ വളരെ നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അല്പസമയത്തിനുള്ളിൽ എന്തായാലും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും ഈ പരിശോധന പൂർത്തിയാക്കി നടനെ പുറത്തേക്ക് ഇറക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ ഏത് രീതിയിലാണ് എന്ന് നിശ്ചയിക്കുന്നതിൽ വളരെ നിർണായകമാണ് ഇപ്പോൾ നടക്കുന്ന ഈ വൈദ്യപരിശോധനയുടെ റിസൾട്ട് എന്ന് പറയുന്നതും. വിനീത, ശരി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. ഇനിയുള്ള നീക്കങ്ങൾ എന്താണ് എന്നതാണ്. സജോ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാത്ത വകുപ്പുകളാണ്. NDPS ആക്ട് പ്രകാരം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്യും. പക്ഷേ ഇതിൽ ഇനിയുള്ള അന്വേഷണം അത് ഏറ്റവും നിർണായകം തന്നെയാണ്. മാത്രമല്ല, നമുക്കറിയാവുന്ന പോലെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ ഷൈൻ ടോം ചാക്കോയുടെ പേര് നമ്മൾ കേട്ടതാണ്. അതിൽ മൊഴിയുണ്ട്, പിടിക്കപ്പെട്ട ആളുകളുടെ മൊഴിയുണ്ട് നടനെതിരെ. അത്തരം കേസുകളിലേക്ക് കൂടി അന്വേഷണം പോകും. നടനെ ആ കേസുകളിലും ചോദ്യം ചെയ്യുന്നതിന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ നേരത്തെ തന്നെ അന്വേഷണ സംഘം തീരുമാനിച്ചതാണ്. ഇനി ആ കേസുകളിലേക്ക് കൂടി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമല്ലേ? വിനീത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി അങ്ങോട്ടേക്ക് ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്താനുള്ള ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് തന്നെയാണ്. അതായത് രക്തം, മുടി, നഖം എന്നിങ്ങനെ സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കുക. അതിന്റെ റിസൾട്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് അങ്ങോട്ടേക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല, ഇതിൽ തന്നെ ഒന്നിൽ കൂടുതൽ കേസുകളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇതിനകം തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കൈവശമുണ്ട്. ഇവിടെ തന്നെ
തന്നെയും ഏറ്റവും ഒടുവിൽ രാത്രിയിൽ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് നടൻ ഇറങ്ങി ഓടുമ്പോൾ തന്നെയും തൊട്ട് മുൻപ് നടത്തിയ സാമ്പത്തിക ഇടപാട് ഇതൊരു പ്രധാനപ്പെട്ട തെളിവാണ്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിന്റെ കാര്യത്തിൽ അതിൽ പ്രതി തന്നെ നൽകിയ മൊഴിയുണ്ട്. അങ്ങനെ പല ഈ ലഹരി റാക്കറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സജീറടക്കം കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി റാക്കറ്റ് അല്ലെങ്കിൽ അതിന്റെ നെറ്റ്വർക്കുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുമായുള്ള ആശയവിനിമയം, സാമ്പത്തിക ഇടപാട്, സന്ദേശങ്ങൾ അയക്കൽ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട ഇതിനകം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുള്ള വിവിധങ്ങളായ തെളിവുകളുണ്ട്. പല ഇത്തരത്തിൽ കേസുകളിൽ ഉൾപ്പെട്ട പല കേസുകളിലും പോലീസ് തന്നെ ഇതിനകം തിരയുന്ന ആളുകൾ, അത്തരം ആളുകളുമായുള്ള സാമ്പത്തിക ഇടപാട് ഉറപ്പായും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കുരുക്കായി മാറുകയാണ്. ഒപ്പം ഇതിലെ ഈ പരിശോധനാ ഫലം കൂടി വരണം. അത് ഈ കേസിന്റെ തുടർന്നങ്ങോട്ടേക്കുള്ള ഭാവിയെ പ്രധാനമായും നിർണ്ണയിക്കാൻ പോകുന്ന ഒന്നാണ്. കാരണം നേരത്തെ കൊക്കൈൻ കേസിൽ ഉൾപ്പെട്ടപ്പോൾ അതിൽ ഒരുപാട് വീഴ്ചകൾ, പഴുതുകൾ ഉണ്ടായിരുന്നു. കോടതിയിൽ അതുകൊണ്ട് ആ കേസ് അടപടലം പരാജയപ്പെട്ടു പോകുന്നത് കണ്ടു. പക്ഷേ അന്വേഷണ സംഘത്തെ കൃത്യമായി ആ പിഴവുകൾ അക്കമിട്ട് നിരത്തിയാണ് കോടതി ഉത്തരവ് വന്നത്. ആ കൊക്കൈൻ കേസ് മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് നടനെ സംബന്ധിച്ചിടത്തോളം അമിതാത്മവിശ്വാസം ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ ഇതങ്ങനെയാകുന്നില്ല. ഈ കാര്യത്തിൽ സാധ്യമായ എല്ലാ ശാസ്ത്രീയ വഴികളും അന്വേഷണ സംഘം സ്വീകരിക്കുകയാണ്. അതിന്റെ തുടക്കമാണ് ഈ കേസ് എന്നതാണ്. ഇപ്പോൾ ഷൈനെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർത്തിയാക്കി പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തേക്ക് പോകാം. പക്ഷേ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ടത്. മറ്റ് കേസുകളിൽ ഉൾപ്പെട്ട ഇതിനകം തന്നെ, അതായത് ഒരു കേസ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസാണ്. അതിൽ സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക്, അതായത് ഷൈനെ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടുള്ള മൊഴിയടക്കം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു വശത്ത് നിൽക്കുന്നു. അതുകൂടാതെ ഇതിനകം ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട ആളുകളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങൾ, അത് വിശദമായ സ്റ്റേറ്റ്മെന്റ് അടക്കം പോലീസിന് പോകാം. ഇപ്പോൾ പ്രാഥമികമായ പരിശോധനയും വിവരശേഖരണവും നടത്തുകയും അതിന്റെ തെളിവുകൾ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഷൈന് മുന്നിൽ വെക്കുകയുമാണ് അന്വേഷണ സംഘം ചെയ്തത്. ആ ഘട്ടത്തിലാണ് പൂർണ്ണമായും ഷൈൻ പതറിപ്പോയത്. നേരത്തെ ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ എത്തുമ്പോഴും വലിയ ആത്മവിശ്വാസത്തിൽ നിൽക്കാൻ കഴിയും എന്നൊക്കെ ഷൈൻ പ്രതീക്ഷിച്ചു കാണണം. പക്ഷെ അങ്ങനെയല്ല. ഷൈനെ സംബന്ധിച്ചിടത്തോളം ആ തെളിവുകൾ ഉൾപ്പെട്ട ചോദ്യം മുന്നിലേക്ക് എത്തിയപ്പോൾ തന്നെ പതറി. ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായ കുരുക്ക് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ ഇവിടം കൊണ്ടും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയിപ്പോൾ ഒരു കേസ് കൃത്യമായും ഉണ്ട്, രജിസ്റ്റർ ചെയ്ത ഒരു FIR ഉണ്ട്. അതിന്റെ തുടരന്വേഷണത്തിലേക്ക്, വളരെ വിപുലമായ അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയും. കാരണം സിനിമാ മേഖലയിലടക്കം ഈ ലഹരി നെറ്റ്വർക്ക് പല രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഇതിനകം ആരോപണം നേരിട്ട നടന്മാർ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് നമുക്ക് ധാരണയുണ്ട്. അത്തരം കേസുകളുമായി ബന്ധപ്പെട്ടും അതല്ലാതെയും പുതിയ പരിശോധനയുമായി തന്നെയും അന്വേഷണ സംഘത്തിന് പോകാൻ കഴിയും. കാരണം ഈ സന്ദേശങ്ങൾ കൃത്യമായി ഉണ്ട്. അതായത് വെറുതെ പണം കൈമാറിയത് ഏതെങ്കിലും തരത്തിലൊരു ലഹരിയുടെ തെളിവാവുകയില്ല. പക്ഷെ അതേസമയം ഇതിൽ പ്രധാനമായും കാണേണ്ടത് സന്ദേശങ്ങളടക്കം, വാട്സപ്പ് സന്ദേശങ്ങളടക്കം ഈ കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ തന്നെയും ഉണ്ട്. അതൊരു പ്രധാനപ്പെട്ട തെളിവാണ്. എന്ന് മാത്രമല്ല പലരുടെയും മൊഴികൾ, അതായത് പ്രതികളായിട്ടുള്ളവരുടെ മൊഴികൾ. അങ്ങനെ ഈ കേസിന് ഇനി മറ്റൊരു തലം കൂടി ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കുറേ അധികം കാലമായി, കഴിഞ്ഞ 10 വർഷത്തിലേക്ക്, ആദ്യ കേസ് മുതൽ അങ്ങോട്ടേക്ക് പരിശോധിച്ചാൽ 10 വർഷത്തിനിടെ ലഹരി ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പലപ്പോഴും വളരെ വ്യത്യസ്തമായ രീതിയിൽ ആളുകൾക്ക് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പെരുമാറുക, വിചിത്രമായ പെരുമാറ്റ രീതികൾ, പ്രതികരണ രീതികൾ, സ്വഭാവവിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നത്, പൊതുവിടങ്ങളിൽ ഇങ്ങനെ വലിയ തോതിലുള്ള വികൃതി പ്രകടനമൊക്കെ വലിയ ആളുകളുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെ നിൽക്കുന്ന ഷൈൻ്റെ ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ആ ഘട്ടത്തിലൊക്കെ പലപ്പോഴും സംശയത്തിന്റെ നിഴലിലോ ആരോപണത്തിന്റെ നിഴലിലോ ഒക്കെ നിന്നതാണ്. പക്ഷെ അതേതെങ്കിലും ഒരു കേസിൽ, ആദ്യത്തെ കുറ്റമുക്തനാക്കപ്പെട്ട കേസ് ഒഴിച്ചു നിർത്തിയാൽ ഏതെങ്കിലും ഒരു കേസിൽ പോയി കുരുങ്ങുക എന്നത് ഷൈനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കുരുക്കിലേക്ക് പോയി വീണിരുന്നില്ല എന്നതാണ് ഇതുവരെ. പക്ഷേ ഇനിയിപ്പോൾ കാര്യങ്ങളല്ല, അങ്ങനെയല്ല. ഇനിയിപ്പോൾ കൃത്യമായ ഒരു കേസുണ്ട്. ആ കേസിന്റെ അന്വേഷണത്തിലേക്ക് പോകാം. പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും ഇതിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് സംശയം ജനിപ്പിക്കും വിധമുള്ള ആളുകൾ കേസിൽ പക്ഷേ കാര്യമായി പെടുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇതിന്റെ തുടരന്വേഷണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തന്നെയാണ്, തുടരന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. സജോ ജനറൽ ആശുപത്രിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഷൈൻ ടോം ചാക്കോയെ പുറത്തിറക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ദൃശ്യങ്ങളിലേക്ക്, കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക്, ചോദ്യം ചെയ്തതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക്